എറണാകുളത്ത് വാടകയ്ക്ക് നൽകിയ വീട് ഒഴിയാത്തതിനെതിരെ ഒരു സമരം നടക്കുകയാണ്. വാടകയ്ക്ക് നൽകിയ വീട് അഭിഭാഷകൻ ഒഴിയുന്നില്ല എന്ന പരാതിയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. പോലീസ് എത്തി ഇപ്പോൾ കാര്യങ്ങൾ വിശദമായി കേൾക്കുന്നു. അതായത് ഞങ്ങൾ ചോദിച്ചപ്പോൾ ആൾക്ക് വാടക കരാർ ഇതുവരെ പുതുക്കിയിട്ടില്ല. അതായത് നിങ്ങൾ അൺഓതറൈസ് താമസിക്കുന്ന വക്കീലെ പറഞ്ഞോ, ആ വക്കീൽ ഒഴി പോയി. ഫുൾ അയാളുടെ ഇലക്ട്രിസിറ്റിയുടെ കണക്ഷൻ അയാളുടെ മീറ്റർ അവിടെയാണ്, ഫുൾ ലോഡ്. എന്റെ പൈസ ഞാൻ സഫർ ചെയ്തു. അതിന് സഫർ ചെയ്യുന്ന കാര്യം ഞാൻ അറിയില്ല. റിയ ബേബിയാണ് വിവരങ്ങളുമായി. റിയ, ഈ വാടകയ്ക്ക് കൊടുത്ത് അമളി പിണയുന്ന പതിവ് പലയിടങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. തിരുവനന്തപുരത്തൊരു വ്യാപാര സമുച്ചയം, കോടികൾ മുടക്കി പടുത്തൊരു വ്യാപാര സമുച്ചയം വാടകയ്ക്ക് കൊടുത്ത് അത് ഒഴിപ്പിക്കാൻ കഴിയാതെ ഒരാൾ ഈ അടുത്തും പരാതിയുമായി വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ കണ്ടാണ്. ഇതുപോലെ പലയിടത്തും സംഭവമുണ്ട്. ഇവിടെ എന്താണ് സ്ഥിതി? രതീഷ്, ഇത് എറണാകുളം കച്ചേരിപ്പടിയിലാണ് ഈ സംഭവം. വാടകയ്ക്ക് നൽകിയ വീട് 4 വർഷം മുമ്പാണ് വാടകയ്ക്ക് അശോകൻ എന്ന് പറയുന്ന ആൾ വീട് നൽകുന്നത്. അഭിഭാഷകനാണ്. അദ്ദേഹം ഇവിടെ ഓഫീസ് കൂടി നടത്തുകയും ചെയ്യുന്നുണ്ട്. ആ വീട് 2 വർഷമായി വാടക നൽകുന്നില്ല. അതോടൊപ്പം തന്നെ വാടക കുടിശ്ശിക ഈ സമരവുമായി എത്തിയിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു, വാടക ഇടക്കിടക്ക് തരും, പിന്നെ തരൂല. ഇനി രേഖകളൊന്നുമില്ല. ഇപ്പോൾ ഈ 2 മാസം ഈ അവസാനം തന്നു. ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്നല്ല. ഈ മാസം ഇന്നലെ വന്നു. അപ്പം ഞാൻ 10 രൂപയാണ് 10,000 രൂപയായിരുന്നു എൻ്റെത്. അപ്പം ഞാൻ കുടിശ്ശിക കൂടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മാസവും തന്ന്, കഴിഞ്ഞ മാസവും തന്നു, കൂട്ടി തന്നു. അതിന് മുമ്പുള്ള ദിവസം ഇല്ല. പിന്നെ ആദ്യമേ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ. എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ കാശ് കൊടുത്തരും, 1000 രൂപ കൊടുത്തരും, 2000 രൂപ കൊടുത്തരും, 5000 രൂപ കൊടുത്തരും. ഇത് അവസാനമാണ് ഈ കുടി. എത്ര നാളത്തേക്ക് എഗ്രിമെന്റ് എഴുതിയത്? 11 മാസത്തേക്ക്. 11 മാസം കഴിഞ്ഞിട്ട് ഇപ്പം 3 വർഷം കഴിഞ്ഞ് ചോദിച്ചാൽ മിണ്ടില്ല. വെള്ളടിച്ച് വന്ന് രാത്രി ഇതിൽ പോകും. ഒരു ദിവസം ഞാൻ ഈ അപ്പുറത്തെ മുറിയിൽ നിന്ന് കുറേ തുണികളൊക്കെ ഉണക്കാനിട്ടുണ്ട്. അതെടുത്തിട്ട് ഇങ്ങനെ വരുമ്പോൾ വക്കീലേ എൻ്റെ പൈസ തന്നെയല്ലോ ഡ്യൂസ് എന്ന് പറഞ്ഞ് അപ്പോൾ ഒരു തെറി പറഞ്ഞിട്ട് എന്നെ ചവിട്ടി. മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് ആരോപണം. മർദ്ദിക്കുകയും ചെയ്തു എന്നാണ്. മർദ്ദിച്ചു എന്നാണോ? അല്ല, കേട്ടോളൂ. ചവിട്ടി താഴെ വീണു. താഴെ വീണിട്ട് അവനെ എടുത്തിട്ട് മർദ്ദിച്ചു. ഞാൻ തലയെല്ലാം പൊട്ടിവിടാം. അവിടെ മേശ കിടപ്പുണ്ട്, ബ്ലഡ് ഒഴുകി. മക്കൾ താഴെയാണ്, എൻ്റെ മോളും കുട്ടികളും താഴെയാണ്. ഞാൻ ഇവിടുന്ന് കരഞ്ഞുകൊണ്ട് ഓടി. ബ്ലഡിലൊക്കെ മുടിയിലെല്ലാം ബ്ലഡുണ്ട്. അവിടെ ചെന്നപ്പോൾ ആ മോൾ ഐസ് ബോക്സ് എടുത്തോണ്ട് വെച്ചു. അവിടെ കുറേ 1 മണിക്കൂർ വെച്ചപ്പോൾ അത് മാറി. എന്നിട്ട് ഞാൻ ആ ജംഗ്ഷനിൽ പോയപ്പോൾ കുറേ ആൾക്കാർ ഇരിക്കണം. അവരോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. അവർ വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു മാറില്ലെന്ന് പറഞ്ഞു. പിന്നെ വേറൊരു ബാച്ച് പോലീസിൽ പരാതി കൊടുത്തിരുന്നു ഇതിനു മുമ്പ് ഈ മർദ്ദിച്ചു. കാരണം എന്താ അറിയോ, ഈ അപ്പുറത്തൊരു മുറി ഇതുപോലെ ഉണ്ട്. രാത്രി മദ്യപിച്ച് വന്ന് വെള്ളം അടിച്ച് കുഴപ്പമുണ്ടാക്കും. അത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് അത് ഒഴിവാക്കിയത്. ഈ സാറ് വന്നിട്ട് രാത്രി വന്ന് ഇവിടെ ഭയങ്കര ബഹളമൊക്കെ. ഞങ്ങൾ കൺട്രോൾ റൂമിൽ ഒഴിയാൻ പറയുമ്പോൾ ഇദ്ദേഹം എന്താ പറയുന്നത്? വീട് ഒഴിയാൻ ആദ്യം പറഞ്ഞു ഒഴിയില്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞു ഒഴിയാന്ന് പറഞ്ഞു. ഈ 4 വർഷം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേറെ ഒന്നും വേണ്ട, ഈ ആൾ ഇവിടുന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതി. കുത്തിയിരുന്ന സമരം അത് ചെയ്യണം. അതിനാണ് എത്ര നാളത്തെ വാടക മുടങ്ങിയിട്ടുണ്ട്? എത്ര 5-8 മാസത്തെ വാടക മുടങ്ങിയിട്ട്. അത് ഇടയ്ക്കിടയ്ക്കാണ്. ഇടയ്ക്ക് ബ്രേക്ക് തരും, അത് കഴിഞ്ഞ് പിന്നെ എപ്പോഴേക്കും തരും കൊണ്ടുവന്നിട്ട്. മിക്കവാറും മദ്യപാനിയാണ് പുള്ളിയെ. അത് കാരണം അടുക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഈ ലൈറ്റൊക്കെ ഇടും. മാത്രമാണ് ഈ മർദ്ദിച്ചു എന്ന് പരാതികൾ? നിങ്ങളെ മാത്രം മർദ്ദിച്ചതാണോ, കുടുംബാംഗങ്ങളെ? അല്ലല്ല, ഞാനാണ് ഇവിടെ ഇരുന്നത്. ഞാൻ ഇവിടെ താഴേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ഞാൻ വേഗം പോയി. പിന്നീട് ഞാൻ ഇയാളോട് സംസാരിച്ചിട്ടില്ല ഒരു 5-8 മാസം. പിന്നെ എങ്ങനെ ഒഴിവാക്കണമെന്ന് എനിക്കറിയില്ല. വരെ വീടിന്റെ മുമ്പിൽ കുത്തിയിരിക്കാൻ തീരുമാനം. ഞാനിവിടെ ഇരിക്കും. ഞാനിവിടെ ഒരു സഹന സമരമായിട്ട് ഞാൻ കൂടെ. അയ്യപ്പൻകാവ് സ്വദേശി അശോകനാണ് സ്വന്തം വീടിന് മുമ്പിൽ കുത്തിയിരുന്ന് സമരം ചെയ്തത്. വാടകയ്ക്ക് നൽകിയ വീട് വാടകയ്ക്കെടുത്ത അഭിഭാഷകൻ ഒഴിഞ്ഞു നൽകുന്നില്ലെന്നാണ് അദ്ദേഹത്തിന്റെ പരാതി. നോർത്ത് CA അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുകയും ഈ വാടകക്കാരനുമായി ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അഭിഭാഷകൻ കൂടിയാണ്. നോർത്ത് CA അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. നിങ്ങൾക്കെതിരെ മർദ്ദിച്ചു എന്നൊക്കെയുള്ള ആരോപണമാണ് വരുന്നത്. ഈ വാടക പുതുക്കിയിരുന്നു? വാടക പുതുക്കിയിട്ടില്ല. വാടക പുതുക്കി ഇപ്പോൾ റേറ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. അയാൾ ആവശ്യപ്പെട്ട് 11,000 ചോദിച്ചു. 11,000 ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത്. ഇന്നലെ അടച്ചിരുന്നു. 8 മാസത്തെ വാടക കൊടുത്തിട്ടില്ല, പെട്ടെന്ന് 2 മാസത്തെ? അല്ല, ആ പൈസ അപ്പുറത്തെ വക്കീലിന് അയച്ചു കൊടുത്തോണ്ടിരുന്നു. അയാൾ എൻ്റെ റെക്കോർഡ്സ് ഉണ്ട് എൻ്റെ. 1 വർഷത്തേക്കുള്ള വാടക പിന്നീട് പുതുക്കാതെ താമസിക്കുന്നത് നിയമപരമായി ശരിയാണോ? അത് പുതുക്കാൻ അയാൾ ആവശ്യപ്പെട്ടിട്ടില്ല. അന്ന് നല്ല ടേംസിലായിരുന്നു. റെന്റിൻ്റെ റെസിപ്റ്റ് പോലും ഞാൻ വാങ്ങാറില്ലായിരുന്നു. അത്രയും നല്ല ടേംസിലായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് ഈ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ടു. പിന്നെ എൻ്റെ അക്നോളജ്മെന്റ് കാർഡ് എടുത്ത് മാറ്റി. അതൊക്കെ വന്നപ്പോഴാണ് ഈ ടോക്കിംഗ് ടേംസ് എത്തിയത്. ആവശ്യപ്പെടുന്ന ഒഴിയാൻ താങ്കൾ ഒഴിയുന്നില്ല വെറുതെ പറയുന്നത്. ഇപ്പോൾ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യാണ്. അടിച്ചു ഇടിച്ചു എന്ന് പറഞ്ഞ ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ വേറെ വക്കീലുണ്ടായിരുന്നു. അയാൾ ഒരു ദിവസം രാത്രി വെള്ളം അടിച്ച് തെറി വിളിച്ചെന്ന് ഇമ്മീഡിയറ്റ്ലി ഒരു പോലീസിനെ വിളിച്ച് പിറ്റേന്ന് പരാതി കൊടുത്തു. ഹി ഈസ് ഡൂയിങ് ഓൾ വാട്ട് ഈസ് നെസറി ഫോർ ഹിം ടു ഡു.
ചെയ്യാനുള്ള തീരുമാനമുണ്ടോ? തീരുമാനം എനിക്ക് അടുത്ത റൂം കിട്ടുന്നവരെ എനിക്ക് കണ്ടിന്യൂ ചെയ്തേ പറ്റും. കാരണം ഒരു സിസ്റ്റം ഫംഗ്ഷൻ ചെയ്യണം എൻ്റെ. നാളെ 3 കേസുണ്ട്. അപ്പോൾ എനിക്കിത് കളഞ്ഞിട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ വൈകുന്നേരം ഇന്ന് വരാതെ ഇന്നലെ തന്നെ വന്നതുകൊണ്ടാണ്. എനിക്കിന്ന് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാസങ്ങളായി പറയുന്ന ഒരു വീട്ടുടമസ്ഥൻ അവർ പറയുന്ന പ്രശ്നമാണ്. ഒരു റെക്കോർഡ് കാണിക്കട്ടെ, ഒരു ഡിമാൻഡ് നോട്ടീസ് കാണിക്കട്ടെ. ലാസ്റ്റിൽ എനിക്ക് അയച്ച എന്താണ്? റിന്യൂ വിത്ത് ഇലക്ട്രിസിറ്റി റെന്റ് എന്ന് പറഞ്ഞിട്ട് റിന്യൂ ചെയ്യാതിരിക്കുക എന്നുള്ളത് റിന്യൂ ചെയ്യാൻ ഞാൻ താല്പര്യം ഇല്ലാത്തതല്ല. നാളെ വേണമെങ്കിൽ റിന്യൂ ചെയ്ത് കൊടുക്കാം. അത് അയച്ചോ, ഞാൻ കാണിച്ചു തരാം. ഇദ്ദേഹമാണ് വാടകയ്ക്കെടുത്തത്. അദ്ദേഹം പറയുന്നത് മർദ്ദിച്ചു എന്ന ആരോപണമൊക്കെ അദ്ദേഹം നിഷേധിക്കുന്നുണ്ട്. മാത്രമല്ല എഗ്രിമെന്റ് പുതുക്കാൻ വീട്ടുടമസ്ഥൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന വാദമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ വീട്ടുടമസ്ഥൻ പറയുന്നു വാക്കാൽ നിരവധി തവണ എഗ്രിമെന്റ് പുതുക്കാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അദ്ദേഹം പുതുക്കാൻ കൂട്ടാക്കിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് വെക്കുന്നത്. എന്തായാലും പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അടക്കം ഇവിടെ എത്തുകയും പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. വീട്ടുടമസ്ഥൻ എന്തായാലും സ്വന്തം വീട് വാടകയ്ക്ക് നൽകിയാൽ ഒഴിയുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി വീടിന് മുന്നിൽ കുത്തിയിരുന്ന് സമരം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് എറണാകുളം അയ്യപ്പൻകാവിലുള്ളത്. അദ്ദേഹം പ്രദേശവാസികളായ കുറച്ച് ആളുകളും ചേർന്നാണ് ഈ വാടകയ്ക്ക് നൽകിയ ആളെ ഒഴിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്തു. എറണാകുളത്ത് വാടകയ്ക്ക് നൽകിയ വീട് ഒഴിയാത്തതിനെ തുടർന്നൊരു സമരം, അപൂർവമായൊരു സമരമാണ്. ഇത്തരം സംഭവങ്ങൾ പലയിടത്തും കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അപൂർവമായൊരു സമരം, അത് ചർച്ച ചെയ്യപ്പെടുന്നു. പോലീസ് ഉൾപ്പെടെ അവിടെ എത്തിയിട്ടുണ്ട്. പോലീസ് ചർച്ച നടത്തി ഒരു പരിഹാരം ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റിയ ബേബിയാണ് ആ വീട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.